കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഗുരുതരമായ പിശകിനെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വ്യാപകമായ പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിന് പറയുന്ന ന്യായം ആദ്യഘട്ട ലിസ്റ്റാണെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൃത്യമായി അർഹരായവരെ തഴഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുക? പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ അടക്കം കയ്യിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നിരിക്കെ എന്നുള്ളത് തന്നെയാണ് സംശയം ജനിപ്പിക്കുന്നത്. അനീസ് അലി, ആ സംശയം തന്നെയാണ്. അതായത് ആദ്യഘട്ട ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടേണ്ടത് ഏറ്റവും അർഹരായ ആളുകളാണ്. പക്ഷെ അവരിൽ പലരും പുറത്താണ് എന്ന് പറയുമ്പോൾ കൃത്യമായ കണക്കെടുപ്പ് അവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നതിൽ തന്നെ ഗുരുതര പിഴവുകൾ ഉണ്ടായി എന്ന് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ഇത് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയരാൻ കാരണമായിട്ടുള്ളത് ഇത്ര വലിയ താമസം എടുത്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ്. ഏകദേശം ഒരു 5 മാസത്തോളം ഇവർക്ക് ഇത് കണക്ക് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ സമയം ലഭിച്ചിരുന്നു. ഞാൻ അതിനിടയിലൊക്കെ ഈ സബ് കളക്ടറെ ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചിരുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഏറ്റവും വളരെ ചെറിയ അധ്വാനത്തിൽ തന്നെ ക്രമീകരിക്കാവുന്ന ഒരു ലിസ്റ്റാണ് ഇത്ര ക്രമക്കേടുകൂടി പുറത്തു വന്നത് എന്നത് വലിയ തരത്തിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. കാരണം അത്ര വലിയൊരു ദുരന്തമാണ്, ഇന്ത്യ കണ്ട വലിയ മഹാദുരന്തങ്ങളിൽ ഒന്നാണ് ഈ മുണ്ടക്കയിലും ചൂരൽമലയും ഉണ്ടായത്. അതിന് ഇത്ര ലാഘവത്തോടെയാണോ ഈ ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്തത് എന്ന സംശയമാണ് ഉയരുന്നത്. കാരണം മേപ്പാടി പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മാത്രം ലഭിക്കാവുന്ന ലിസ്റ്റുണ്ട്, അതുപോലും പരിഗണിക്കാതെയാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നേരത്തെ ഐസി പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ആരൊക്കെയാണ് ബന്ധുവീടുകളിൽ കഴിയുന്നത്, വാടക വീടുകളിൽ കഴിയുന്നത് എന്നത് നോക്കിയാലും സർക്കാർ വാടക നൽകുന്നത് ആർക്കൊക്കെ എന്ന് നോക്കിയാലും കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കാമായിരുന്നു. പക്ഷേ ഈ ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഈ ലിസ്റ്റിന് പുറത്തുപോയി എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ വ്യാപകമായി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ 25-ലധികം ആളുകളുടെ പേര് ഇരട്ടിപ്പാണ്. അതോടൊപ്പം തന്നെ അനന്തരാവകാശികൾ ആരുമില്ലാതെ മരിച്ചു പോയിട്ടുള്ള വീടടക്കം കുടുംബങ്ങളെല്ലാം മരിച്ചുപോയി. ഇനി ആരും ഇല്ലാത്ത ആ സ്ഥലത്ത് പോലും ഇപ്പോൾ വലിയ തരത്തിൽ അവർ പോലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് വീട് നൽകുക? അവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും വീട് നൽകാൻ ആരും അവർക്ക് ബാക്കിയില്ല. അത്തരമുള്ള ആളുകളൊക്കെയും ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ അർഹതപ്പെട്ട ലഭിക്കേണ്ട ആളുകളൊന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമില്ല. വലിയ തരത്തിൽ ആക്ഷേപം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അനീസ് അലി, വലിയ തരത്തിലുള്ള ആക്ഷേപം പരാതികളൊക്കെ വരും. മാനന്തവാടി സബ് കളക്ടർ നൽകിയ ലിസ്റ്റിൽ കരട് ലിസ്റ്റാണ് പുനരധിവാസത്തിനായി. അതിൽ അർഹരായ പലരെയും തഴഞ്ഞുകൊണ്ട് തന്നെയാണ് പല പേരുകളും ആവർത്തനമെന്ന്, അതായത് അത്ര കൃത്യത ഇല്ലാതെ സൂക്ഷ്മ പരിശോധന ഇല്ലാതെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റിനെതിരെ മുണ്ടക്കയിലെ ദുരന്ത ബാധിതരെ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടരുത് എന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്. ടി അനീസ് അലിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.